ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ യാത്രാമംഗളയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങളുടെ അടുത്ത യാത്ര തൃശ്ശൂർ ജില്ലയിലെ കുതിരാൻ തുരങ്കത്തിനടുത്തുള്ള കുതിരാനമല അയ്യപ്പ ക്ഷേത്രത്തിലേക്കാണ്. ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത് മണ്ണൂത്തി ബൈപ്പാസിൽ നിന്നാണ്. കാലഘട്ടത്തിൽ ഞാനവിടെ പൂജാരിയായിട്ട് നിന്നിട്ടുള്ളതാണ്. അപ്പോൾ അന്നത്തെ ഒരു ഹൈവേയുടെ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതും കൂടിയാണ്. പക്ഷേ അന്നുള്ളതിൽ നിന്നും ഈ 2024 മാറ്റം ഞെട്ടിച്ച് കളയുന്ന വിധത്തിലാണ് റോഡിൻ്റെ വികസനം നടന്നിരിക്കുന്നത്. കാര്യം നമ്മൾ വിചാരിക്കുന്നതിലും വേഗത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്താനായിട്ട് ഈ റോഡിലൂടെയുള്ള യാത്രകളിൽ നമുക്ക് ബോധ്യമായി. കാര്യം 6 വരി പാതയാണ് ഈ 544 എന്ന് പറയുന്നത്. പ്രധാനമായും തൃശ്ശൂർ പാലക്കാട് ഹൈവേയിൽ ചരക്ക് വാഹനങ്ങളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ റോഡ് വികസനത്തിന് മുന്നേ വലിയ വാഹനങ്ങൾ ബ്രേക്ക് ഡൗൺ ആയാൽ കിലോമീറ്ററുകൾ നീണ്ട ക്യൂ ഇവിടുത്തെ ഇതുവഴി സഞ്ചരിക്കുന്ന ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അതുമാത്രമല്ല, കുതിരാൻ കയറ്റത്തിലാണ് കൂടുതലും നിത്യസംഭവം തന്നെയായിരുന്നു. ഞാനവിടെ നിൽക്കുമ്പോൾ എനിക്ക് കണ്ട് ബോധ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. വലിയ വാഹനങ്ങളൊക്കെ ആ കുതിരാൻ കയറ്റത്തിൽ എന്നും ഏതെങ്കിലും ഒരു വാഹനം ബ്രേക്ക് ഡൗൺ കിടപ്പുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ കയറ്റത്തിൽ വാഹനങ്ങളുടെ നിരനിരയായിട്ടുള്ള ഹോണടിയും മറ്റും കാര്യങ്ങളൊക്കെ കണ്ടൊരു പരിചയം കൂടിയുണ്ട് എനിക്ക്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള റോഡ് വികസനം വന്നതിന് ശേഷം ഈ ഒരു വഴിയിലൂടെയുള്ള യാത്ര മനസ്സിന് വളരെയധികം സന്തോഷം ഉളവാക്കുന്നുണ്ട്. കുതിരാൻ തുരങ്കം ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കേരളത്തിലെ ഒരു ഇരട്ട ട്യൂബ് 6 വരി ഹൈവേ ടണലാണ്. ദേശീയപാത 544 ഈ തുരങ്കം സ്ഥിതി ചെയ്യുന്നത്. ഇത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ളതും പ്രവർത്തിപ്പിക്കുന്നതുമാണ്. റോഡ് ഗതാഗതത്തിനുള്ള കേരളത്തിലെ ആദ്യത്തെ തുരങ്കവും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ 6 വരി റോഡ് ടണലുമാണിത്. തുരങ്കത്തിൻ്റെ നിർമ്മാണം 2016 തുടങ്ങി 2021 ഡിസംബറോടെ പൂർത്തിയാക്കി. തൃശ്ശൂരിൽ നിന്നും പാലക്കാട്ടേക്കുള്ള തുരങ്കം കഴിയുമ്പോൾ ഒരു 500 മീറ്റർ കൂടി കഴിയുമ്പോൾ പാലം കഴിഞ്ഞതിന് ശേഷം ഇടതുഭാഗത്ത് പഴയ കുതിരാനമല അയ്യപ്പ ക്ഷേത്രത്തിലേക്കുള്ള റോഡ് കാണാം. ആ റോഡിലേക്കാണ് നമ്മൾക്ക് ടേൺ ചെയ്ത് പഴയ റോഡിലൂടെ കുതിരാൻ കയറ്റത്തിലുള്ള റോഡിലൂടെ അമ്പലത്തിലേക്ക് എത്തിച്ചേരേണ്ടത്. ആ കാണുന്നതാണ് നമ്മുടെ ഇടതുഭാഗത്ത് കാണുന്ന ആ റോഡ്. കുറച്ചുകൂടെ മുന്നോട്ട് പോയതിന് ശേഷം മാത്രമേ ആ റോഡിലേക്ക് നമുക്ക് ടേൺ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇവിടുന്ന് തിരിഞ്ഞു പോകുന്നതാണ് പഴയ റോഡ്. പഴയതുപോലെ വാഹനങ്ങളുടെ തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ റോഡ് ഒരു നന്നാക്കാത്തൊരവസ്ഥയിലാണ് കാണുന്നത്. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ വാഹനങ്ങൾക്ക് കടന്നു പോകാം ഈ റോഡിലൂടെ. കാര്യം ഇത് ഒരു കണക്ഷൻ റോഡായിട്ടില്ല. ഇത് അമ്പലത്തിൻ്റെ മുന്നിലൂടെ കുറച്ചുകൂടെ ഒരു 500 മീറ്ററോളം കഴിയുമ്പോൾ ആ റോഡ് അവിടെ കൊണ്ട് കഴിയും. അതാവാം ഈ റോഡ് ഇങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. ശരിക്കും ഈ തുരങ്കം കഴിഞ്ഞ് വരുമ്പോൾ ഈ അമ്പലത്തിലേക്ക് തിരിയുന്ന ഭാഗത്ത് അമ്പലത്തിലേക്ക് മീൻസ് ഈ റോഡിലേക്ക് ടേൺ ചെയ്യുന്ന ഭാഗത്ത്
അമ്പലത്തിൻ്റെ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വലിയൊരു അടയാളങ്ങൾ വെച്ചാൽ മാത്രമേ എല്ലാവർക്കും അത് അറിയാൻ പറ്റുള്ളൂ. ഞാൻ 2 കൊല്ലം അവിടെ നിന്ന് എനിക്ക് പോലും ഈ വഴിയിലേക്ക് കടക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയേണ്ട കാര്യമില്ല. ഒരു കാലത്ത് വളരെയധികം വാഹനങ്ങളുടെ തിരക്കുകൾ കൊണ്ട് വീർപ്പുമുട്ടിയ ഒരു റോഡിലൂടെയാണ് നമ്മളിപ്പോൾ കുതിരാൻമല അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. യാതൊരുവിധ വാഹനങ്ങളുടെ ശല്യമോ ഒന്നുമില്ലാത്ത വളരെ വിജനമായിട്ട് കിടക്കുന്നൊരു പാത. ട്രാഫിക് ബ്ലോക്കുകൾക്ക് കുപ്രസിദ്ധി നേടിയ ഇരുമ്പ് പാലത്തിലേക്കാണ് നമ്മളിപ്പോൾ കടന്നു ചെല്ലുന്നത്. ഇതാണെന്ന് തോന്നുന്നു ആ ഇരുമ്പ് പാലം. വളരെ ഇടുങ്ങിയ ഒരു പാലമായതുകൊണ്ട് തന്നെ ഏതൊരു ഡ്രൈവറും പേടിച്ചിരുന്നൊരു സ്ഥലമാണിത്. ഇതിൽ വാഹനങ്ങൾ കുടുങ്ങി കഴിഞ്ഞാൽ മണിക്കൂറുകൾ നീണ്ട ഗതാഗതക്കുരുക്കായിരുന്നു ഈ ഒരു ഭാഗത്തുണ്ടായിക്കൊണ്ടിരുന്നത്. ഏതായാലും ആ പാതകൾ കഴിഞ്ഞിട്ട് ഈ കാണുന്നതാണ് ഇരുമ്പ് പാലം. വളരെ ചെറിയൊരു പാലമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത്രയധികം ബ്ലോക്കുകൾ എന്നും ഉണ്ടാകാൻ ഇടവരുത്തിയത്. പക്ഷേ ഇപ്പോൾ ആ ഭാഗത്തുനിന്ന് ഒരു വാഹനങ്ങളൊന്നുമില്ല. പകരം കുറേ മരങ്ങൾ വെട്ടി റോഡിലിട്ടിട്ടുണ്ട്. വാഹനങ്ങളുടെ എണ്ണം കുറഞ്ഞപ്പോൾ ഈ വഴിയിൽ ആനകളുടെ ശല്യം ഉണ്ടെന്നും പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. ആനകൾ ഇറങ്ങുന്ന വഴിയെന്ന് പറഞ്ഞ്. ഞങ്ങൾ പണ്ട് ഇതുവഴി ഫോൺ ചെയ്യാനായിട്ട് താഴത്തേക്ക് പോയിക്കൊണ്ടിരുന്ന വഴിയാണിത്. അന്ന് 2002 അവിടെ റേഞ്ചൊന്നും ഇല്ല. അതുകൊണ്ട് താഴേക്ക് എത്തണം നമുക്ക് നാട്ടിലേക്കൊക്കെ വിളിക്കണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ 2002 നിന്ന സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഓർമ്മകളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഒരിക്കലെങ്കിലും പോയി കാണേണ്ട ഒരു സ്ഥലം കൂടിയാണ്. വളരെ സൈലൻ്റാണ് ഇപ്പോൾ. നമുക്ക് വേറൊരു ലോകത്തെത്തിയ പോലെ ആയിരിക്കും നമുക്ക് അവിടേക്ക് അടുക്കുന്തോറും നമുക്ക് അനുഭവപ്പെടുന്നത്. ഒരിക്കലെങ്കിലും പോയി നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമാകും. ഞാൻ നിൽക്കുന്ന സമയത്ത് എന്നും തിരക്കാണ് ഈ റോഡിൽ. നമുക്ക് റോഡിലിറങ്ങി നിൽക്കാൻ പറ്റില്ല. അമ്പലത്തിൽ ഈ പൈസ എറിയുന്നൊരു പരിപാടിയുണ്ട്, വാഹനങ്ങളിരിക്കുന്നവർ. അത് എടുത്ത് ഭണ്ഡാരത്തിലിടാൻ തന്നെ 2 ജീവനക്കാരുണ്ടാകും, രാവും പകലുമായിട്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഇനി അമ്പലത്തിൻ്റെ മുകളിലെ കാഴ്ചകളുമായിട്ട് കാണാം.